കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലെ ചർച്ചയ്ക്കിടെ വി.ഡി. സതീശൻ അവതരിപ്പിച്ചത് കെ.സി. വേണുഗോപാലിനെതിരായ കുറ്റപത്രം. താൻ ശ്രമിച്ചത് പാർട്ടിയെ ജയിപ്പിക്കാനാണ് എങ്കിൽ കെ.സി. ശ്രമിച്ചത് ഗ്രൂപ്പ് ഉണ്ടാക്കാനെന്ന് വി.ഡി. കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് വി.ഡി. തരംഗമുണ്ടെന്നാണ് എ.ഐ.സി.സി. നിയോഗിച്ച ഏജൻസിയുടെ കണ്ടെത്തൽ. എന്നാൽ ഫ്ലെക്സ് വെച്ചും FB പോസ്റ്റിട്ടുമുള്ള പോര് നിർബാധം തുടരുകയാണ്. ഹൈക്കമാൻഡുമായുള്ള അതിനിർണായക കൂടിക്കാഴ്ചയിൽ വി.ഡി. സതീശൻ സംസാരിച്ചത് 25 മിനിറ്റോളം. ഊന്നിപ്പറഞ്ഞത് സ്വന്തം പ്രവർത്തന നേട്ടങ്ങളും കെ.സി. വേണുഗോപാലിനെതിരായ കുറ്റാരോപണങ്ങളും. പാർട്ടിയെ വിജയത്തിലെത്തിക്കാൻ താൻ ശ്രമിച്ചപ്പോൾ പാർട്ടിയിൽ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കെ.സി. ശ്രമിച്ചുവെന്നതാണ് വി.ഡി. പറഞ്ഞതിന്റെ കാതൽ. ബ്ലോക്ക് കമ്മിറ്റി മുതൽ കെ.സി. സ്വന്തം അനുയായി വൃന്ദം പടുത്തുയർത്തി. രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരൻ എന്ന പരിവേഷം കെ.സി. ദുരുപയോഗം ചെയ്തു. മറ്റു ഗ്രൂപ്പുകളിലുള്ളവർക്ക് സ്ഥാനമാനം ലഭിച്ചപ്പോൾ അത് സ്വന്തം അക്കൗണ്ടിലാക്കി. താൻ പ്രവർത്തകരെ സഹായിക്കുന്ന ആളല്ലെന്നും ാണെന്നും കെ.സി. അനുകൂലികൾ പ്രചരിപ്പിച്ചെന്നും വി.ഡി. പരിഭവിച്ചു. തുടർന്ന് തന്റെ പ്രവർത്തന നേട്ടങ്ങൾ സതീശൻ എണ്ണിപ്പറഞ്ഞു. മുന്നണി വിടാൻ പോലും ലീഗ് ആലോചിച്ചപ്പോൾ ആത്മവിശ്വാസം പകർന്നു കൊടുത്തത് താനാണ്. മുസ്ലിം ക്രിസ്ത്യൻ വിരോധമുണ്ടാക്കാൻ BJP ശ്രമിച്ചപ്പോൾ താൻ തടയിട്ടു. കാരണം ആ വിദ്വേഷാത്മകത ആദ്യം CPIM-നും പിന്നെ BJP-ക്കും ഗുണം ചെയ്യുമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടെ ഉജ്ജ്വല വിജയം നേടിയെടുത്തെന്നും വി.ഡി. വാദിച്ചു. എ.ഐ.സി.സി. നിയോഗിച്ച ഏജൻസിയും വി.ഡിയുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് നൽകിയത്. കേരളത്തിൽ വി.ഡി. അനുകൂല തരംഗമാണ്. കെ.സിയെ പിന്തുണയ്ക്കുന്ന നേതാക്കൾക്കെതിരെ പോലും പൊതുവികാരമുണ്ട്. മലബാറിലാണ് ഈ പ്രവണത കൂടുതലെന്നും ഏജൻസി ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ അതൃപ്തിയുണ്ട്. ഇല്ല, സ്റ്റോപ്പിലെത്തിയില്ല. ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. അതുപോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഡൽഹി യാത്രയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. ഓടുന്ന ട്രെയിനിൽ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ട്രെയിൻ സ്റ്റോപ്പിലെത്തിയാൽ തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഹൈക്കമാൻഡ് എന്നാണ് തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വി.ഡി. ചില മുനവെച്ച പരാമർശങ്ങൾ നടത്തി. ദേശീയ തലങ്ങളുമായി ചർച്ച നടത്തുന്നതിൽ തെറ്റില്ലെന്നും തീരുമാനങ്ങൾ പാർട്ടികൾ എടുക്കണമെന്നും സതീശൻ പറഞ്ഞു. ഇതിനിടെ പോരിൽ പങ്കാളിയായ രമേശ് ചെന്നിത്തല അടക്കം അന്തിമ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അംഗീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. ഇനിയും ചർച്ചയുടെ ആവശ്യമില്ല. ചർച്ചയെല്ലാം കഴിഞ്ഞു. എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ വൈകിട്ടാണ് ഡൽഹിയിൽ തിരിച്ചെത്തുന്നത്. ഖാർഗെ രാഹുലിനെയും പ്രിയങ്കയെയും വീണ്ടും കാണും. അതിനുശേഷമാകും പ്രഖ്യാപനമുണ്ടാകുക. കേരളത്തിലെ നേതാക്കന്മാരോട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചേരിതിരിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം. എല്ലാം ശാന്തമായി മുന്നോട്ട് പോകണം. ഏറ്റവും വേഗത്തിൽ അവരവിടുന്ന് ഒരു തീരുമാനം പ്രഖ്യാപിക്കും. അണികളുടെ വികാര വിക്ഷുബ്ധത തണുക്കട്ടെ എന്ന ഹൈക്കമാൻഡ് തന്ത്രം ഫലിക്കുന്നില്ല. പുനലൂർ KSRTC ജംഗ്ഷനിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. സമൂഹ മാധ്യമങ്ങളിലും വി.ഡിക്കായി ക്യാമ്പയിൻ ശക്തമാണ്. 32 MLA-മാരുടെ പിന്തുണ വി.ഡി. സതീശനുണ്ടെന്നാണ് പ്രചരണം. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്നാണ് മുദ്രാവാക്യം. പാർട്ടിയെയും ജനങ്ങളെയും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിയൂ എന്നതാണ് RC ക്യാമ്പിന്റെ പ്രചരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.